ഏകദേശം ഇനി ഇവിടുന്ന് നമുക്കൊരു 40 കിലോമീറ്റർ കൂടി ഉണ്ട് അൽക്കോറിലേക്ക്. അൽക്കോറിൽ എത്തിക്കഴിഞ്ഞാൽ വമ്പ സംഭവം കേട്ടോ. സർപ്രൈസ് ആയിട്ട് നമ്മൾ അവിടുത്തെ സ്റ്റേഡിയത്തിന്റെ അടുത്ത് പാർക്കൊക്കെ ഉണ്ട്, പാർക്കൊക്കെ കാണിച്ചു തരാം. പിന്നെ അത് കൂടാതെ അടിപൊളിയായിട്ട് നല്ല ബീച്ച്, അടിപൊളി ബീച്ച് കാണാം. ഇപ്പൊ എല്ലാം പണികളൊക്കെ കഴിഞ്ഞ് സെറ്റപ്പ് ആക്കിയ ബീച്ച്. എന്താ പറയല സാബു? സാബിനെന്താ പറയാണ്ട് പറഞ്ഞു? താജിക്കത് അതാണ് മെയിൻ. നല്ല മുതലാളിയാണായിരിക്കുന്നത്. ഇതാണ് ഖത്തറിൽ പൂവാക വെച്ച് പിടിപ്പിച്ച സ്ഥലം. പൂവാക പല ഐറ്റംസ്, മഞ്ഞ, നീല, പിന്നെ ചുവപ്പ് പൂക്കള് ഒക്കെ ഉണ്ടാവുന്ന പൂവാക എന്ന് പറഞ്ഞ ഒരു മരമാണ്. നമുക്ക് തണലേരും. ഹലോ സുഹൃത്തുക്കളെ, ഏതാണ്ടല്ലേ ഇവിടെ ഒരു പ്രത്യേകമായിട്ട് ഒരു വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് റിവേഴ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി. ഹലോ ഗൈസ്, നോക്കൂ ഗൈസ്, നിങ്ങൾ കൺട്രോൾ ഗൈസ്. ഹലോ ഗൈസ്, നമ്മളെ പറ്റിച്ചു. ഒരു വണ്ടി കേടായിട്ട് അതിനെ എടുത്തു കൊണ്ടുവന്ന് അൽബയാത്ത് സ്റ്റേഡിയം. അൽക്കൂറിൽ കാണുന്നതാണ് ഗൈസ്. ഞങ്ങൾ പെട്ടു. ഹലോ ഗൈസ്, ഞങ്ങൾ റോഡ് മാറി ഞങ്ങൾ വേറെ റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉദ്ഘാടന മത്സരം ഇവിടെ ഉണ്ടാവുക. ഹലോ ഗൈസ്, അൽബയാത്ത് സ്റ്റേഡിയത്തിന്റെ റോഡ് ക്രോസിംഗ് ആണ്. ഏകദേശം നമ്മൾ അൽബയാത്ത് സ്റ്റേഡിയത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ക്യാമറമാൻ ഒന്ന് ഇങ്ങോട്ട് ഫോക്കസ് ചെയ്യും, ലെഫ്റ്റ് സൈഡിലേക്ക്. പിന്നെ നേരെ ഫ്രണ്ടിലേക്ക് ഒന്ന് പിടിക്കും, ഫ്രണ്ടിലേക്ക്. ഈ അൽബയാത്ത് സ്റ്റേഡിയത്തിന്റെ ഗ്രൗണ്ടിൽ നിന്ന്, വണ്ടി പാർക്ക് ചെയ്തിട്ട് ഗ്രൗണ്ടിൽ നിന്ന് ക്രോസ് ചെയ്യാനുള്ള ഒരു നടപ്പാതയാണിത്. ആ സൈഡിലേക്ക് ഒന്ന് കാണിച്ചു കൊടുക്കും. ഇതാ, ആ സൈഡിൽ നിന്നും ഈ സൈഡിലേക്ക് വണ്ടി നിർത്തി വന്ന് നടപ്പാതയാണിത്. ഗൂഗിൾ ആൻഡ് ചതിച്ചു ഗൈസ്.
ഇപ്പൊ നമ്മള് അൽക്കോറിലെത്തി. അൽക്കോറിലതി മനോഹരമായ ഒരു സ്ഥലമാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മളെ നാട്ടില് ഗല്ലി എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ചെറിയ റോഡ് എന്നൊക്കെ പറയും. പക്ഷെ നമ്മളെ നാട്ടിലെ വലിയ റോഡിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള റോഡാണ് ഇവിടുത്തെ ചെറിയ റോഡ്. വണ്ടി പോകണ്ട, എല്ലായിടത്തും വർക്കാണ് കേസ്, വർക്കാണ്. ഖത്തറിലെ ഒരുവിധം സ്ഥലത്തൊക്കെ റോഡ്. ഹലോ സുഹൃത്തുക്കളെ, നമ്മളെ കുറെ സുഹൃത്തുക്കളെ കണ്ടെത്തിയത് നമ്മളെ മെയിൻ താരം അബുദാബിയിൽ നിന്ന് വന്ന് ഖത്തറിലെത്തി. ഒക്കെ എല്ലാവരും ഇവിടെ ഉണ്ട്. സാധാരണക്കാരും സഫീറുണ്ട്. ഹലോ ഗായ്സ്, നമ്മളിതാ നമ്മളെ കൂട്ടുകാരുടെ അടുത്തെത്തി. അൽക്കോറില് ഇവിടെ നമ്മളെ ഫിഷ് മാർക്കറ്റിന് മുന്നിലാണുള്ളത്. നമ്മളെ സുഹൃത്ത്, നമ്മളെ സബ്സ്ക്രൈബറാണ്, അബുദാബിയിൽ നമ്മളെ കാണാൻ വന്നത്. ആയിരക്കണക്കിന് ഫിഷിംഗ് ബോട്ടാണ് ഇവിടെ കിടക്കുന്നത്. അത് ഞങ്ങൾ അതിലേക്ക് എല്ലാവരും ഈ കാണുന്ന വീഡിയോസ് എല്ലാവരും കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതാണ് നമ്മുടെ പഴയ ഈ വഞ്ചികളാണ്. വഞ്ചികൾ എന്ന് പറയും. കുറച്ച് ക്ലിയർ കുറവാകും, രാത്രി ആയതുകൊണ്ട് തന്നെ ക്ലിയർ കുറവുണ്ടാവും. ലൈറ്റ് സൗകര്യമൊന്നും നമ്മളില്ല, ജനറേറ്ററൊന്നും നമ്മൾ കൊണ്ടുവന്നില്ല, അതുകൊണ്ട് കാണാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഇതാ നമ്മള് പുതിയ ഫിഷ് മാർക്കറ്റാണ് വരുന്നത്. അൽക്കോറിലെ പിന്നെ പുതിയ ഫിഷ് മാർക്കറ്റിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളിവിടെ എത്തിയപ്പോൾ കുറച്ച് നേരം വൈകി, രാത്രിയായി പോയി. ഇതാണ് നമ്മുടെ വണ്ടിക്കുള്ള നമ്പറുള്ള രജിസ്ട്രേഷൻ ആണെന്ന് തോന്നുന്നത്, സ്റ്റേറ്റ് ഓഫ് ഖത്തർ. പിന്നെ ഈ നമ്പറാണ് ഈ നമ്പർ വെച്ചാണ് ഇവർ നാവിഗേഷനും മറ്റു കാര്യങ്ങളും ഒക്കെ ചെക്ക് ചെയ്യുന്നത്. ഇത് കപ്പൽ, ഒരു ബോട്ടിനൊക്കെ ഇത് അല്ലേ, നമ്മൾ വണ്ടിക്കുള്ളത് പോലെ തന്നെയുള്ള ഒരു രജിസ്ട്രേഷനാണിത്. പുറത്തുനിന്നുള്ള ബോട്ടുകൾ വന്നു കഴിഞ്ഞാൽ അവർക്കത് ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള സെറ്റപ്പാണ്. ഹലോ ഫ്രണ്ട്സ്, ഇതാണ് നമ്മളെ ഖത്തറിലെ അൽക്കോറിൽ പിന്നെ മീൻ പിടിക്കുന്ന സ്ഥലം. ഞങ്ങളിവിടെ എത്തിയപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി, ഇരുട്ടായിപ്പോയി. ഏകദേശം ഇവിടുത്തെ സമയം ഇപ്പോൾ ഒരു 9 മണിക്കൊക്കെ കഴിഞ്ഞു ഇവിടെ എത്തിയപ്പോൾ. പിന്നീട് ഒരു ദിവസം പകൽ നമ്മൾ ഇത് എക്സ്പ്ലോർ ചെയ്യുന്നതാണ്, മീൻ പിടിക്കുന്നത്, മീൻ കൊണ്ടുവരുന്നത്. പിന്നെ ഇവിടെ തൊട്ടടുത്ത് മാർക്കറ്റ് ഉണ്ട്, അതിൻ്റെ കച്ചവടം, മീനിൻ്റെ വില, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നതാണ്. ഓക്കെ ഗൈസ്,
ഹലോ ഗൈസ്, ഇതാണ് നല്ല ഒത്തിരി ബോട്ടുകൾ ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇതൊക്കെ കാണേണ്ട കാഴ്ചയാണ്. തകർപ്പൻ പരിപാടിയാണ് ഇവിടെ. മീൻവല ഇത് നമ്മൾ ഖത്തറിൽ മീൻ പിടിക്കുന്ന മീൻവലയാണിത്. കുറച്ച് ലൈറ്റ് കുറവുള്ളതുകൊണ്ടാണ് പ്രശ്നം. നമുക്ക് ഇങ്ങനെ കാണാം, കുറച്ച് ലൈറ്റിൽ കാണാം അല്ലേ. ഹായ് ഫ്രണ്ട്സ്, ഭയങ്കര ഹ്യൂമിഡിറ്റി കേട്ടോ, ഭയങ്കര വേർപ്പ്. ഞങ്ങൾ ഇതാ ഭക്ഷണം കഴിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ കൂടെയുള്ള ആളുകളൊക്കെ അപ്പുറത്ത് റോഡ് ക്രോസ് ചെയ്ത് കടന്ന് ഇതാണ് ഹോട്ടൽ. വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഇതിവിടെ കിച്ചണിൽ എല്ലാം നമ്മൾ കാണിച്ചു തരാം. ഇത് സ്പെഷ്യലാണ്. മീൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഫിഷ് നല്ല അടിപൊളി സെറ്റപ്പാണ്. അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ആയി. ഇത് നമ്മുടെ നാട്ടിലെ പോലെയുള്ള റാന്തൽ, അടിപൊളി. ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇതാ ഫുഡ് ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെയ്തോളൂ, പറഞ്ഞോളൂ. നിങ്ങൾ പറഞ്ഞോ. ചർച്ചയിലാണ്. പറഞ്ഞോ പറഞ്ഞോ. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട്. ഫുഡ് ഇങ്ങനെ ഓരോരോ ഐറ്റംസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വെറൈറ്റി മീൻ ഷിവാസ്, സീബ്രാസ്, പിന്നെ പ്രോട്ടീൻ, പിന്നെ അതിലേക്കുള്ള സാധനങ്ങൾ, അത് കഴിക്കാനുള്ള ആളുകളും ഇവിടെ റെഡിയാണ്. ഹലോ ഫ്രണ്ട്സ്, നമ്മളെ അടുത്ത ഐറ്റംസുകളൊക്കെ വന്നിട്ടുണ്ട്. ഇത് പിന്നെ ഇലക്കത്ത് പൊള്ളിച്ചതാണ്, പിന്നെ ആട്ട പൊറാട്ട പൊള്ളിച്ചൊന്ന് പൊളിച്ച എങ്ങനെയുണ്ട് ടേസ്റ്റ്? നല്ല ചൂടാണ്, നല്ല. അസ്ലം ഭായി ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ടൊന്ന് പറയും എങ്ങനെയുണ്ടെന്ന്. ഞാൻ ഇന്നലെ കഴിച്ചില്ല. ഇന്നലെ കഴിച്ചില്ല. ശരിയാണ്. ശരി, എങ്ങനെയുണ്ട് ടേസ്റ്റ്? പൊളിക്കൂല്ലേ? നല്ല എരിവുണ്ട്. എരിവുണ്ട് അല്ലേ? എങ്ങനെയുണ്ട് ഷെഫീർ? തകർക്കൂല്ലേ? എങ്ങനെ സാബുവിന്റെ അഭിപ്രായത്തിൽ എങ്ങനെയുണ്ട്? ഒന്നും പറയില്ല. തിന്നണ സമയമാണ് ഇപ്പോൾ, ഒന്നും പറയില്ല. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവൻ ഒന്നും സംസാരിക്കില്ല എന്നാ പറയുന്നത്. ഇതാണ് നമ്മളെ ഐറ്റംസ്. ഇനി നമ്മളെ ആളിതാ നമുക്ക് ഐറ്റംസ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കൊണ്ടുവരാൻ ബാക്കിയുണ്ട് എന്നാ പറഞ്ഞത്. ഫുഡ് ഐറ്റംസ് പൊളിക്കൂല. ഹലോ ഗൈസ്, സൂപ്പർ സൂപ്പർ ഫുഡ്, അടിപൊളി ഫുഡ്, ഭയങ്കര ടേസ്റ്റ്. ഇത് ഇതിലിങ്ങനെ പിടിച്ചിട്ടുണ്ടല്ലോ, ഇങ്ങനെ കഴിക്കണം. അടിപൊളി അടിപൊളി, നല്ല എരിവുണ്ട്, നല്ല മസാല പിടിച്ചിട്ടും സൂപ്പറാണ്, അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. ഇവിടെ ഓരോരുത്തർ അടിച്ചു മാറുന്ന പൊളിക്കുന്നല്ലേ. അതുകൊണ്ട് മുള്ളു കുടുങ്ങിയാ? മുള്ളു കുടുങ്ങിയില്ല. മുള്ളൊന്നും കുടുങ്ങിയില്ല, തകർക്കുന്ന അവിടെ. ഇവിടെ ഒരു സുഹൃത്ത് അറിഞ്ഞും പൊറിഞ്ഞ് അടിക്കുകയാണ്. ഓന് പിന്നെ തിരിഞ്ഞും മറിഞ്ഞും ഓട്ടൊന്നുമില്ല, തകർക്കുന്ന ഒരാളാണ്. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിതാ ഇവിടെ നിങ്ങളൊരു ലെമൺ ടീ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒരു ലെമൺ ടീ ഒക്കെ കുടിച്ചിട്ട് ഇരിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇനി ചായ വരട്ടെ അല്ലേ? ലെമൺ ടീ വരട്ടെ, അതുവരെ ഒരു ഷോർട്ട് ബ്രേക്ക്. അങ്ങനെ ഗൈസ്, നമ്മളെ ലെമൺ ടീ എത്തിയിട്ടുണ്ട്. എല്ലാവരും അടിപൊളി ലെമൺ ടീ അടിക്കണം, അടിച്ച് കഴിക്കാനില്ല. എങ്ങനെയായിരുന്നു ഫുഡ്? ഫുഡ് നല്ല സൂപ്പർ ഫുഡല്ലേ? അടിപൊളി ഫുഡല്ല? നല്ല നമ്മുടെ മീൻ പൊള്ളിച്ചത് നല്ല സൂപ്പറായിരുന്നു. മീൻ ഒന്ന് ഷേരിയും ഒന്ന് വേറെ എന്തോ ഒരു പേരാണ്, അത് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അത് നല്ല മീനാണ്. പിന്നെ ബാർബിക്യൂ നല്ല സൂപ്പറായിരുന്നു, അടിപൊളിയല്ല? സീബ്രീമാണ്, നല്ല നെയ്യുള്ള മീൻ.
പിന്നെ മീനുള്ളപ്പം നമുക്ക് മീൻ വിട്ട് വേറൊന്നും കഴിക്കാൻ തോന്നുന്നില്ല. അതാണ് അതിൻ്റെ സത്യം. പ്രത്യേകിച്ച് ഗൾഫിൽ നമ്മൾ നിൽക്കുമ്പോൾ ഇവിടെ ചിക്കന് മട്ടന് ഒക്കെ കഴിച്ച് മീൻ കഴിക്കാൻ